നമസ്കാരം. കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്ത കൂട്ടത്തിൽ ഒരു പേര് നമുക്കൊരിക്കലും മറക്കാൻ കഴിയുകയില്ല. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. ഇദ്ദേഹം ഒരു വിനോദസഞ്ചാരിയായിരുന്നില്ല. കാശ്മീരിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടി കുതിര സവാരി നടത്തുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. ആദിൽ ഹുസൈൻ ഷായുടെ കുതിരപ്പുറത്തേറിയാണ് പല വിനോദസഞ്ചാരികളും പഹൽഗാമിലെങ്ങും ചുറ്റിത്തിരിഞ്ഞിരുന്നത്. അപ്രതീക്ഷിതമായി തീവ്രവാദി ആക്രമണം ഉണ്ടായ സമയത്ത് ജനങ്ങളൊക്കെ തന്നെ ഭയന്ന് നാല് വഴിക്കും ചിതറി ഓടുമ്പോൾ ആദിൽ ഹുസൈൻ ഷാ ധീരമായി തന്നെയാണ് തീവ്രവാദികളെ നേരിട്ടത്. കയ്യിൽ ഒരു ആയുധമില്ലാതെ ഏറ്റവും ആധുനിക ഓട്ടോമാറ്റിക് റൈഫിളുകളുമായി നിൽക്കുന്ന തീവ്രവാദികൾക്ക് നേരെയാണ് ആദിൽ പാഞ്ഞെടുത്തത്. അവരെ പിന്തിരിപ്പിക്കാനും അവരെ തുരത്താനുമൊക്കെ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ സംഭവിച്ചത് തീവ്രവാദികൾ ഈ നല്ലവനായ ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. പഹൽഗാമിൽ തീവ്രവാദി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കണ്ണീരോടെയാണ് പിന്നീട് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ആ നാട്ടുകാരനായ കയ്യിൽ ഒരു ആയുധം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഏതോ നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വലിയൊരു വിജയമായ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയാണ്. അവരെല്ലാവരും തന്നെ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. ആദിൽ ഹുസൈൻ്റെ പിതാവും സഹോദരനുമൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൽ വിശ്വാസമുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം വിശ്വാസമുണ്ട്, നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇവിടെ തീവ്രവാദികൾ ചെയ്ത ക്രൂരകൃത്യത്തിന് കൃത്യമായ പ്രതികാരം നടന്നിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഭാവിയിലും തങ്ങളുടെ ജീവിതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ തന്നെ കൈകളിൽ സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ആദിൽ ഹുസൈൻ്റെ സഹോദരനാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇക്കാര്യത്തിലെടുത്ത തീരുമാനം ഏറ്റവും ശ്ലാഘനീയമാണെന്നും ഇത് വലിയൊരു വിജയത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ തങ്ങളുടെ കുടുംബത്തിന് ചാരിതാർത്ഥ്യമുണ്ട് എന്നുമാണ് ആദിലിൻ്റെ സഹോദരൻ പറയുന്നത്. ആദിലിൻ്റെ ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ പാകിസ്ഥാനെതിരായ നിലപാടുകളിൽ അതിശക്തരായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും കാശ്മീരിലെ ചെറുപ്പക്കാരെ പാകിസ്ഥാൻ തീവ്രവാദികൾ വശീകരിച്ച് കൊണ്ടുപോയി അവരുടെ തീവ്രവാദ സംഘടനയിൽ അംഗങ്ങളാക്കി സ്വന്തം രാജ്യത്തിന് നേരെ നിറയൊഴിക്കാൻ പ്രോത്സാഹനം നൽകുന്നു, പരിശീലനം നൽകുന്നു എന്നൊക്കെ ആരോപണങ്ങൾ ഉയരുന്ന ഒരു സംസ്ഥാനത്ത്, ആരോപണമല്ലാതെ യാഥാർത്ഥ്യമാണ്, ഒരായുധം പോലും കയ്യിലില്ലാതെ അന്യനാട്ടിൽ നിന്ന് വന്ന വിനോദസഞ്ചാരികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ആദിലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും എന്തിന് ഭാരത സമൂഹം ഒന്നാകെ തന്നെ അന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചിരുന്നു. അദ്ദേഹം ചെയ്തത് മഹത്തായ ഒരു കൃത്യമാണ് എന്ന് തന്നെയാണ് അന്ന് എല്ലാവരും അഭിനന്ദനങ്ങളും അറിയിച്ചത്. ഏതായാലും കാശ്മീർ താഴ്വരയിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് നിത്യവൃത്തിക്കായി ഇത്തരത്തിൽ ഈ കുതിര സവാരി നടത്തുന്നത് പോലെയുള്ള സാധാരണ ജോലികൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ നല്ല ദിനങ്ങൾ തിരിച്ചെത്തി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ആദിൽ അവർക്കെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയത്.